മുളകൊക്കെ നമ്മൾ വീട്ടിൽ ഉണക്കി പൊടിച്ചെടുക്കുന്നതാണല്ലോ ഏറ്റവും നല്ലത്. എന്നാൽ പിന്നെ എങ്ങനെയായാലും ഇത് കഴുകി ഉണക്കാനായിട്ട് ഒരു 4-5 ദിവസം പിടിക്കാറില്ലേ? ജോലിക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ അതൊരു ഇത്തിരി ബുദ്ധിമുട്ടുമാണ്. എന്നാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ നമുക്ക് മുളക് കഴുകി ഉണക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ളൊരു ട്രിക്കായിട്ടാണ് എത്തിയേക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ സാധാരണ പോലെ തന്നെ അത് മുളകിൻ്റെ മൊത്തമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. പിന്നെ ഇതൊക്കെ ഒന്ന് കഴുകിയെടുക്കണേ. അപ്പോൾ ഞാനിപ്പോൾ നോക്കിയാൽ 2 തരത്തിലുള്ള മുളകാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കിലോ മുളകിന് 1/2 കിലോ പിരിയമുളകായിട്ടാണ് എടുത്തേക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ പിരിയമുളക് എടുത്തിട്ട് ഇത് പൊടിച്ചെടുക്കുമ്പോൾ നമ്മുടെ മുളക് പൊടിക്ക് നല്ലൊരു കളർ കൂടെ കിട്ടുമേ. എന്നിട്ട് ഇത് നന്നായിട്ട് അങ്ങ് കഴുകിയെടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു 3 പ്രാവശ്യം ഇങ്ങനെ അങ്ങ് കഴുകിയെടുക്കുന്നുണ്ട്. അപ്പോൾ കഴുകിയെടുക്കലൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങ് ചെയ്തെടുത്തോളൂ കേട്ടോ. അപ്പോൾ ഞാനിതേ കഴുകി വാരിയിട്ട് ഇതൊരു വേറെ ബക്കറ്റിലോട്ട് ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും അതിലിട്ടിട്ട് അങ്ങ് കഴുകിയെടുക്കുവാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാവുമ്പോൾ നമുക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുളക് കഴുകി ഉണക്കുകയും ചെയ്യാം, അതുപോലെ തന്നെ പൊടിച്ചുകൂടെ എടുക്കാം കേട്ടോ. അതിനുശേഷം ഇതുപോലൊരു കോട്ടൻ്റെ തുണിയാണ് എടുത്തേക്കുന്നത്. ഞാനിപ്പോൾ ഒരു മുണ്ടാണ് എടുത്തേക്കുന്നത്. അതിപ്പോൾ 2ആയിട്ട് ഇങ്ങനെ അങ്ങ് മടക്കിയിട്ടുണ്ട്. അപ്പോൾ തുണി എടുക്കുന്ന സമയത്ത് നല്ല കട്ടിയുള്ള തുണി തന്നെ നോക്കിയെടുക്കുക. എന്നിട്ട് അതൊരു ബക്കറ്റിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ മുളക് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് അതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നോക്കി ഇതുപോലെ എല്ലാ മുളകും അങ്ങ് ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ സൈഡും കൂടെ ഇതുപോലെ അങ്ങ് കൂട്ടിപ്പിടിക്കണേ. എന്നിട്ട് ഇതിൻ്റെ മുകൾ വശത്തായിട്ട് നല്ലൊരു കെട്ട് കൂടെ അങ്ങ് കൊടുക്കണം. കാരണം നമ്മളത് ഉണക്കിയെടുക്കുമ്പോൾ അത് ഇളകി പോകാതിരിക്കാനായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു കെട്ട് കൊടുക്കണേ. ഞാനിപ്പോൾ ഇത് ഈ ഒരു മുണ്ടിൻ്റെ ഒരു ഭാഗം വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങ് കെട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് നേരെ കൊണ്ടുവന്നത് നമ്മുടെ വാഷിംഗ് മെഷീൻ്റെ സ്പിന്നറിലോട്ടാണ്. അപ്പോൾ സ്പിന്നറിലോട്ട് ഇതിങ്ങനെ താഴ്ത്തി അടിച്ചിട്ട് ഒരു 3 മിനിറ്റ് വെച്ചിട്ട് ഇത് ഡ്രൈ ആക്കി കഴിയുമ്പോൾ നമ്മുടെ മുളക് നല്ല രീതിയിൽ തന്നെ അങ്ങ് ഡ്രൈ ആക്കി ഇട്ടിട്ടോ. അപ്പോൾ നോക്കിയാൽ ഞാൻ ഇതുപോലെ ഇതിലോട്ട് അങ്ങ് ഇറക്കി വെക്കുന്നുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ലോഡ്ജിലൊക്കെ നിൽക്കുന്നവർക്കും അതുപോലെ തന്നെ പുറത്തൊക്കെ താമസിക്കുന്നവർക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളാണ്. കാരണം ഒറ്റ ദിവസം കൊണ്ട് തന്നെ മുളക് നമുക്ക് കഴുകിയിട്ട് ഉണക്കി അങ്ങ് പൊടിച്ചെടുക്കുകയും ചെയ്യാം. പിന്നെ നമ്മൾ സ്പിന്നറിലിട്ടിട്ട് ഇതുപോലെ മുളക് അങ്ങ് ഡ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർഫ് ഉപയോഗിച്ചിട്ട് ഈ സ്പിന്നർ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കാരണം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് തുണി ഇട്ടിട്ട് അത് ഡ്രൈ ആക്കി എടുക്കുമ്പോൾ എരിവോ കാര്യങ്ങളോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാവില്ലേ. അപ്പോൾ ഞാനിത് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നിന്ന് എടുക്കുവാണ്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഇതിലോട്ട് മുളക് ഇട്ടിട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു കെട്ട് തുണിയുടെ മുകളിലത്തെ കെട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കുക. കാരണം ഇതിലിട്ടിട്ട് അങ്ങ് നമ്മൾ ഡ്രൈ ആക്കി എടുക്കുമ്പോൾ അത് ഇളകി പോകാൻ പാടില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആയിട്ട് ഇതിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം നമ്മുടെ മുളകൊക്കെ നല്ല ഡ്രൈ ആയി കിട്ടിയെന്നുള്ളത്. അപ്പോൾ ശരിക്കും നല്ല അടിപൊളിയായിട്ടുള്ള ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാനിത് ഒറ്റ ദിവസം ഇതുപോലെ ഇതൊന്ന് വെയിലിട്ടിട്ട് ഉണക്കിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ നമുക്കിത് വൈകുന്നേരം ആകുമ്പോൾ പൊടിച്ചെടുക്കുകയും ചെയ്യാം കേട്ടോ. ഒറ്റ ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ നമ്മുടെ മുളക് ഉണങ്ങി അങ്ങ് കിട്ടും. സാധാരണ ആകുമ്പോൾ നമ്മൾ എങ്ങനെയായാലും 4-5 ദിവസം പിടിക്കാറുണ്ടല്ലോ. ഇതിപ്പോൾ ഒറ്റ ദിവസം കൊണ്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടും. പിന്നെ ഒരുപാട് പേര് ഈ ഒരു രീതിയിൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നോക്കിയാൽ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നമ്മുടെ മുളകൊക്കെ ഉണങ്ങി പൊടിക്കാൻ പാകത്തിനായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. അതുപോലെ തന്നെ ഈ ഒരു രീതിയിൽ ചെയ്യുന്നവരോട് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. പിന്നെ കൃഷ്ണാവി എന്നുള്ള പേജ് ഇതുവരെ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ഫോളോ കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നല്ലൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ.